ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എനർജിയും റേഡിയസിനും ഉള്ള ഇക്വേഷൻ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. ഹൈഡ്രജൻ ആറ്റത്തിനകത്തെ ഒരു ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിന്റെ എനർജിക്കും റേഡിയസിനുമുള്ള ഇക്വേഷൻ ആണ് ഒബ്റ്റെയിൻ ചെയ്തത് അല്ലേ. അപ്പം ബോർ ഇമാജിൻ ചെയ്തത് സർക്കുലർ പാത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും പല രീതിയിലാണ്, ഇത് സർക്കുലർ പാത്തിലാണ് ഇത് റിവോൾവ് ചെയ്യുന്നത് എന്നാണ്. അത്തരത്തിൽ റിവോൾവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിന്റെ എനർജി എത്രയാണ് നമുക്ക് കിട്ടിയത്? En ഈക്വൽ ടു മൈനസ് me⁴/8 എപ്സിലോൺ നോട്ട് സ്ക്വയർ h² h² എന്ന് കിട്ടി അല്ലെ. ഇതാണ് എനർജിക്കൽ എക്സ്പ്രഷൻ. ഇനി നോക്കുക, ഇതിനകത്ത് നമ്മൾ E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർബിറ്റിലെ എനർജി, അത് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയും. അത് നമ്മൾ n ഈക്വൽ ടു 1 ഇട്ട് കൊടുത്താൽ E1 ഈക്വൽ ടു me⁴/8 എപ്സിലോൺ നോട്ട് സ്ക്വയർ h² എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി എന്താണ്? E1 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? E1/n² എന്ന് എഴുതാം. അതുപോലെ റേഡിയസ് ഓഫ് nth ഓർബിറ്റ് എന്താ കിട്ടി? n² h² എപ്സിലോൺ 0/e²m എന്നാ കിട്ടിയത്. അതുപോലെ നമ്മൾ R1 കാണാണിച്ചാൽ എന്താ കിട്ടുക? h² എപ്സിലോൺ 0/e²m എന്ന് കിട്ടും. ഈ R1 നമ്മൾ A0 എന്നും പറയാറുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അല്ലെങ്കിൽ R1 എന്ന് പറയാം, A0 എന്ന് പറയാം. അപ്പൊ നമുക്ക് n² A0 എന്ന് ജനറൽ ആയിട്ട് എഴുതാം. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് എനർജിക്കും റേഡിയസിനുമുള്ള എക്സ്പ്രഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒബ്റ്റെയിൻ ചെയ്തു അല്ലെ. ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലം എന്തായിരുന്നു? ആറ്റത്തിന്റെ സ്ട്രക്ചർ അല്ലെ, അത് പറയലായിരുന്നു. അതുപോലെ റദർഫോർഡിന്റെ ഒരു ഫെയിലിയർ എന്തായിരുന്നു? സ്പെക്ട്ര പറഞ്ഞില്ല, ആറ്റോമിക് സ്പെക്ട്ര എന്താന്ന് പറഞ്ഞില്ല അല്ലെ. ആറ്റോമിക് സ്പെക്ട്ര എന്താണെന്നൂടെ പറയാം. നമ്മൾ ഒരു ഡിസ്ചാർജ് ട്യൂബിനകത്ത് ആറ്റോമിക് ഗ്യാസ്, എന്തെങ്കിലും ഒരു ഹൈഡ്രജൻ ഗ്യാസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്യാസ് നമ്മൾ നിറച്ചിട്ട് അത് ഹൈ പൊട്ടൻഷ്യൽ കടത്തി വിട്ടാൽ എന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്യും. എന്നിട്ട് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന് പല കളർ ഉണ്ടാവും അല്ലെ. ആ കളേഴ്സ് എന്തുകൊണ്ട് അപ്പിയർ ചെയ്യുന്നു അല്ലെ, അതിന് നമുക്ക് ഓരോ ഡിവൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറെ സ്പെക്ട്രം കാണാൻ പറ്റും. പല കളറിലുള്ള ലൈൻസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ പല ഫ്രീക്വൻസിയിലുള്ള പല വേവ് ലെങ്ത്തിലുള്ള ലൈറ്റിനെ കാണാൻ പറ്റും. അതിനെയാണ് ആറ്റോമിക് സ്പെക്ട്ര എന്ന് പറയാം. അത് എങ്ങനെ കിട്ടുക ഇത് പ്രകാരം എന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ടൈറ്റിൽ എന്താണ്? ഒറിജിൻ ഓഫ് ലൈൻ സ്പെക്ട്ര. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഒരു ബേസിക്സ് ഉണ്ട്. അത് ഐൻസ്റ്റീൻ ആണ് അത് കണ്ടെത്തുന്നത്. അത് നിങ്ങൾ സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിക്കേണ്ടതാണ്. ഓക്കെ, എമിഷൻ സ്പെക്ട്രയും അബ്സോർപ്ഷൻ സ്പെക്ട്രയും ഒക്കെ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ബേസിക്സ് ഞാൻ ഇവിടെ പറയാം. നമുക്ക് ഇവിടെ En ഈക്വൽ ടു മൈനസ് me⁴/8 എപ്സിലോൺ നോട്ട് സ്ക്വയർ n² ആണ്. അല്ലെങ്കിൽ En ഈക്വൽ ടു E1/n² എന്നാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ എനർജിന്റെ വാല്യൂസ് ഇപ്പൊ എന്തൊക്കെയാവും? ഈ എനർജിന്റെ വാല്യൂസ് എന്താവും? E1 എന്നാവും. n ഈക്വൽ ടു 1 ആവുമ്പോൾ E1 ആവും അല്ലെ. n ഈക്വൽ ടു 2 ആവുമ്പോൾ E1/2² എന്ന് പറഞ്ഞാൽ 4 ആവും. n ഈക്വൽ ടു 3 ആവുമ്പോൾ E1/3² 9 ആവും അല്ലെ. n ഈക്വൽ ടു അതുപോലെ 4 ആവുമ്പോൾ E1/16, അതുപോലെ E1/25 അങ്ങനെ പോകും അല്ലെ. ഈ എനർജിക്ക് പർട്ടിക്കുലർ വാല്യൂസ് ഉണ്ട് അല്ലെ. അതായത് ഇലക്ട്രോണിന് ന്യൂക്ലിയസിന് ചുറ്റും എനർജിക്ക് ഡിഫറെന്റ് വാല്യൂസ് ഉണ്ട്. അതിനെ ബോർ എനർജി ലെവൽസ് എന്ന് വിളിച്ചു. എന്താ വിളിച്ചത്? എനർജി ലെവൽസ്. അതിനകത്തെ ഒന്നാമത്തെ എനർജി ഉണ്ടല്ലോ, ഒന്നാമത്തെ സ്റ്റേറ്റിനെ, അതിനെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിളിച്ചു. ഗ്രൗണ്ട് സ്റ്റേറ്റ്. ബാക്കിയുള്ളതിനൊക്കെ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് വിളിച്ചു. എക്സൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇതിനകത്ത് ഇത് നമുക്ക് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കാം. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അതുപോലെ ഇത് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അതുപോലെ അങ്ങനെ പോകും അല്ലെ. അപ്പൊ ഏറ്റവും താഴത്തെ ഇതെന്താണ്? ഗ്രൗണ്ട് സ്റ്റേറ്റ്. പിന്നെ മുകളിലേക്കുള്ളതൊക്കെ എന്താണ്? എക്സൈറ്റഡ് സ്റ്റേറ്റ്. അങ്ങനെ വിളിച്ചു. ഓക്കെ, അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രജൻ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. എത്രയാണ്? E1 ഈക്വൽ ടു -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അത് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ എനർജി വാല്യൂസ് ഒക്കെ നെഗറ്റീവ് ആണെന്നും, അതുകൊണ്ട് ഇലക്ട്രോണിന് എന്താണ്, ന്യൂക്ലിയസിന് ചുറ്റുള്ള ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ എപ്പോഴും നെഗറ്റീവ് എനർജി ആണ്. അതുകൊണ്ടാണ് അത് ബൗണ്ട് ആയി കിടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇത് നമ്മൾ ശ്രദ്ധിക്കുക, ഈ എനർജി ഇങ്ങനെ കൂടി കൂടി പോകാൻ തരുക. n വാല്യൂ നമ്മൾ കൂടി കൂടി പോകാൻ തരുക. ഓക്കെ, ബൈ ദ വേ ഈ n എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, n എന്താ ചെയ്യുന്നത്? എനർജിന്റെ വാല്യൂസ് തീരുമാനിക്കുകയാണ്. എനർജിക്ക് ഇന്ന വാല്യൂസേ പറ്റുള്ളൂ എന്നാ പറയുന്നത് അല്ലെ. എന്നിന്റെ വാല്യൂ എന്തൊക്കെയാണ്? 1, 2, 3, 4 etc.
അല്ലെ, അപ് ടു ഇൻഫിനിറ്റി അല്ലെ. എന്നിന് ഈ വാല്യൂസേ പറ്റുള്ളൂ. അങ്ങനെ തീരുമാനിക്കുന്ന ആളെ നമ്മൾ ക്വാണ്ടം നമ്പർ എന്നാ പറയാ അല്ലെ. ഈ എന്നിനെ കുറിച്ച് നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ട്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലെ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞ് നിങ്ങൾ +2 പഠിച്ച ആളാണത് അല്ലെ. എന്തായിരുന്നു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി അല്ലെ. ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി നിങ്ങൾ പഠിച്ചതല്ലേ. അന്ന് നമുക്ക് വലിയ ഐഡിയ ഇല്ലാതെ പഠിച്ചാണ്. പക്ഷെ ഇതെന്താണ്? ഈ എനർജിന്റെ വാല്യൂ തീരുമാനിക്കലാണ് ആരുടെ പണി? എന്നിന്റെ പണി. അതുകൊണ്ടാണ് ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് വാല്യൂസ് അസൈൻ ചെയ്യുക. ഇയാൾ തീരുമാനിക്കുന്ന വാല്യൂസേ എനർജിക്ക് പറ്റുള്ളൂ, വേറെ ഒരു വാല്യൂസും പറ്റൂല. എന്നിന്റെ വാല്യൂസ് ഇതേ പറ്റുള്ളൂ, അതുകൊണ്ട് എനർജി വാല്യൂസ് ഇതേ പറ്റുള്ളൂ. ഇനി ഞാൻ പറഞ്ഞത് എന്നിന്റെ വാല്യൂ കൂടി കൂടി വന്ന് വരിക അല്ലെ. n ഈക്വൽ ടു ഇൻഫിനിറ്റി ആയി വരിക അല്ലെ. അപ്പൊ എന്താവും? E1/infinity എന്നാവും, വിച്ച് ഈസ് ഈക്വൽ ടു 0 അല്ലെ. എന്ന് പറഞ്ഞാൽ n കൂടി കൂടി വന്നാൽ എനർജി കുറഞ്ഞു കുറഞ്ഞു വരും അല്ലെ. ലാസ്റ്റ് 0 ആവും. എനർജി 0 ആയി കഴിഞ്ഞാൽ ദാറ്റ് ഇലക്ട്രോൺ ഈസ് ഫ്രീ. ആ ഇലക്ട്രോൺ ഫ്രീ ആയി. ഇറ്റ് ഈസ് നോ മോർ ബൗണ്ട് ടു ദ ന്യൂക്ലിയസ് അല്ലെ, അല്ലെങ്കിൽ ബൗണ്ട് ടു ദ ആറ്റം അല്ലെ. ഇതൊക്കെ ഈ എനർജി വാല്യൂസ് ഒക്കെ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് അയാൾക്ക് രക്ഷപ്പെടാനുള്ള എനർജി ഇല്ല അല്ലെ. അയാൾ ന്യൂക്ലിയസിന്റെ ആകർഷണ വലയത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ n ഈക്വൽ ടു ഇൻഫിനിറ്റി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഫ്രീ ഇലക്ട്രോൺ. അതുകൊണ്ട് അത് പുറത്തേക്ക് പോകും അല്ലെ. ഇനി എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? എക്സ്ട്രാ എനർജി കൊടുത്ത് ഈ നെഗറ്റീവ് എനർജിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള പോസിറ്റീവ് എനർജി ഇന്നലെ പറഞ്ഞു -13.6 ആണ് അല്ലെ. നമ്മളൊരു +13.6 എനർജി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ നെറ്റ് എനർജി 0 ആവും, അത് ഫ്രീ ആവും എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. അതൊക്കെയാണ്. ഇനി അപ്പൊ ഇതൊക്കെയാണ് എനർജി ലെവൽസ് എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ബോർ പറഞ്ഞത് എങ്ങനെയാണ്? ഇത് ന്യൂക്ലിയസ് ആണ് അല്ലെ. ന്യൂക്ലിയസ് അതിന് ചുറ്റും കുറെ ഓർബിറ്റ്സ് ഉണ്ട് അല്ലെ. അതിന് ഓരോന്നിനും ഓരോ എനർജി ലെവൽസ് ആണ്. പുറത്തേക്ക് പോകുന്തോറും എനർജി കുറഞ്ഞു കുറഞ്ഞു വരും. ലാസ്റ്റ് എനർജി 0 ആകുമ്പോൾ ഇലക്ട്രോൺ ഈസ് ഫ്രീ അല്ലെ. ഇനി അതിനെ നമുക്ക് ഈ രീതിയിലൊന്ന് വിഷ്വലൈസ് ചെയ്യാം അല്ലെ. ഇങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ശരിക്ക് എനർജിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കാന്ന് വെച്ചാല്, ഒരു മിനിറ്റ്, എനർജി ഇതാ മുകളിലേക്ക് കൂടുകയാണ്. ഓക്കെ, എനർജി ഇങ്ങനെ കൂടി കൂടി വരികയാണ് അല്ലെ. n ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് n ഈക്വൽ ടു 1 1 പറ്റുള്ളൂ, 0 പറ്റില്ല. n ഈക്വൽ ടു 1 ആയി കഴിഞ്ഞാൽ എന്താണ്? ഇത് E1 ആണ് അല്ലെ. ഇത് എത്രയാണ്? -13.6 അല്ലെ. ഇത് n ഈക്വൽ ടു 1 അല്ലെ. ഇനി n ഈക്വൽ ടു 2 ആയി കഴിഞ്ഞാൽ എന്താവും? E1/4 ആവും അല്ലെ. ഇത് 13.6 ആ, -13.6 ആണ്. പിന്നെ E1/4 ആവുമ്പോ എന്താവും? ഏകദേശം -3.4 ഒക്കെ ആവും അല്ലെ. അല്ലെങ്കിൽ അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എത്രയാ നോക്കുക. ഓക്കെ, അപ്പൊ എന്താവും? എനർജി വീണ്ടും കുറയും അല്ലെ. ഇപ്പം -13.6/4 എന്ന് പറഞ്ഞാൽ വീണ്ടും കൂടുതലല്ലേ ചെയ്യുക എനർജി. നെഗറ്റീവ് വാല്യൂസ് ആണ്, കൂടുതൽ ചെയ്യുക അല്ലെ. അപ്പൊ എന്താവും? കുറച്ച് ഇങ്ങോട്ടേക്കാവും. ഇതാണ് n ഈക്വൽ ടു 2 അല്ലെ. എന്താ വരിക? -13.6/4 ഇലക്ട്രോൺ വോൾട്ട് അല്ലെ. ഇനി n ഈക്വൽ ടു 3 ആയ എന്താവും? E1/9 ആവും എനർജി അല്ലെ. അപ്പൊ വീണ്ടും കൂടും, എനർജി കൂടും അല്ലെ, നെഗറ്റീവ് വാല്യൂസ് അല്ലെ. അപ്പൊ എന്താവും? കുറച്ചുകൂടി ഇങ്ങനെയാവും അല്ലെ. പിന്നെന്താവും? ഇങ്ങനെ അടുത്തടുത്ത് വരും അല്ലെ. അടുത്തടുത്ത് വന്ന് ലാസ്റ്റ് n ഈക്വൽ ടു ഇൻഫിനിറ്റി ആവുമ്പോ എനർജി എന്താവും? 0 ആവും അല്ലെ. അപ്പം ഈ ചിത്രം ഉണ്ടല്ലോ, ഇത് ഞാൻ കറക്റ്റ് ആയിട്ടുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് നോക്കുക. ഓക്കെ, അതാണ് നിങ്ങളുടെ n ഈക്വൽ ടു 1, 2, 3 എക്സെട്ര ഇൻഫിനിറ്റി വരെയുള്ളതിന്റെ പെർഫെക്റ്റ് ഡയഗ്രാം. ആ ഡയഗ്രാം നോക്കുക, അതിനകത്ത് വ്യക്തമാണ് കാര്യങ്ങൾ അല്ലെ. ഇനി ഹൈഡ്രജന്റെ പ്രത്യേകത എന്താണ്? ഗ്രൗണ്ട് സ്റ്റേറ്റും തൊട്ട് മേലത്തെ സ്റ്റേറ്റും ഒക്കെ തമ്മിലുള്ള എനർജി ഡിഫറൻസ് ഭയങ്കര വലുതാണ്. ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. പിന്നെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും, മുകളിലേക്ക് പോകുന്നതോറും കുറഞ്ഞു കുറഞ്ഞു വരും. ഇവിടെയൊക്കെ എന്താണ്? ഭയങ്കര അടുത്തടുത്താവും അല്ലെ. ഇത് നമുക്ക് കണ്ടിന്യൂം ഓഫ് എനർജി എന്ന് പറയാം. കണ്ടിന്യൂം ഓഫ് എനർജി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ പറയാൻ പോവാണ് എന്താണ് സ്പെക്ട്ര എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ എനർജി ലെവൽസിനെ ഇങ്ങനെ വരയ്ക്കാൻ പറഞ്ഞു. ശരിക്കുള്ള ഇങ്ങനെയാണ്, പക്ഷെ നമുക്ക് അതിനെ വിഷ്വലൈസ് ചെയ്യാൻ ഇങ്ങനെയാണ് എളുപ്പം. ഓക്കെ, ഈ ഓരോ ലെവലിലും ഓരോ ഇലക്ട്രോൺസ് ഉണ്ടാവും, കുറെ ഇലക്ട്രോണുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പം ഇവിടെ എന്താ ഇനീഷ്യലി ഇലക്ട്രോൺ EI എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആണ് എഴുതുക. EI എന്ന് പറഞ്ഞ സ്റ്റേറ്റില് ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് എഴുതുക. ഇത് EF ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്
ഓക്കെ, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്, അവിടുന്ന് താഴേക്ക് വരാൻ കരുതുക. ഈ ഇലക്ട്രോണ് ഈ സ്റ്റേറ്റിൽ നിന്നും താഴേക്ക് വരാൻ കരുതുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, എനർജി കൂടുതലാണ്. ഇത് എനർജി കൂടുതലല്ലേ, ഇവിടെ എനർജി കൂടുതലാണ്. ഇത് താഴേക്ക് വന്നാൽ എന്താവും, ഇവിടെ നിൽക്കാൻ അത്ര എനർജി വേണ്ട അല്ലെ. ഈ ലെവലിൽ നിൽക്കണമെങ്കിൽ അതിന് എനർജി കൂടുതൽ വേണം. പക്ഷെ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ എനർജി ഉണ്ടാവും. ആ എക്സ്ട്രാ എനർജി എന്ത് ചെയ്യും, അത് ഒരു ഫോട്ടോണിന്റെ രീതിയിൽ എമിറ്റ് ചെയ്യും. ഫോട്ടോണിന്റെ എനർജി എത്രയാണ്, hν അല്ലെ. അതാണ് എമിഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. when an electron goes from a higher energy level to a lower energy level, a photon is emitted having energy equal to the difference in energy between the two levels. എന്ന് പറഞ്ഞാൽ എന്താണ്, EI മൈനസ് EF എന്ന് പറയാം. ഈ ഫോട്ടോന്റെ എനർജി എന്താവും, ഈ ലെവലിലെ എനർജി മൈനസ് ഈ ലെവലിലെ എനർജി. ക്ലിയർ ആയോ? ഇതാണ് എന്ത്, എമിഷൻ സ്പെക്ട്ര. എ ഫോട്ടോൺ ഈസ് എമിറ്റഡ്, അതുകൊണ്ടാണ് എമിഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളൊരു എന്തെങ്കിലും ഒരു ഡിവൈസ് വെച്ച് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ റേഡിയേഷൻ ഉണ്ടല്ലോ, ആ റേഡിയേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിന്നെ ഇത് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇതൊരു 400 നാനോമീറ്റർ അടിച്ചാൽ നമുക്കൊരു വയലറ്റ് ലൈറ്റ് കാണാൻ പറ്റും. അല്ല ഇതൊരു 700 നാനോമീറ്റർ അടിച്ചാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു റെഡ് ലൈറ്റ് കാണാൻ പറ്റും അല്ലെ. അതിനാണ് നമ്മൾ സ്പെക്ട്ര എന്ന് പറയുന്നത്. ഇതാണ് എമിഷൻ സ്പെക്ട്ര. ക്ലിയർ ആയോ? ഇനി ഇത് നേരെ തിരിച്ചാലേക്കാം. ഈ ഇലക്ട്രോണിന് എനർജി ഏറ്റവും കുറവാണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. ഇനി ഏതെങ്കിലും സ്റ്റേറ്റ് ആയിക്കോട്ടെ കേട്ടോ. ഈ ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്നും ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്നും മുകളിലേക്ക് പോകണമെങ്കിൽ അതിന് എനർജി വേണം. ഇത് കുറഞ്ഞ എനർജി ലെവലാണ്. ഇനി മുകളിൽ ഏത് ലെവലിലേക്ക് പോകണമെങ്കിൽ ഇതിന് എന്ത് വേണം, എക്സ്ട്രാ എനർജി വേണം. ഓക്കെ, സപ്പോസ് ഇയാൾക്ക് ഞാൻ പുറത്തുനിന്ന് റേഡിയേഷൻ വഴി എനർജി കൊടുക്കുകയാണ് അല്ലെ. എന്താ ചെയ്യുന്നത്, ഞാനൊരു റേഡിയേഷൻ ഇയാൾക്ക് കൊടുക്കുകയാണ് അല്ലെ. എത്ര എനർജി, hν എനർജി ഉള്ള ഒരു ഫോട്ടോൺ ഞാൻ ഇയാൾക്ക് കൊടുക്കുകയാണ് അല്ലെ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ എന്ത് കിട്ടി, എക്സ്ട്രാ എനർജി കിട്ടി. ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ആ എനർജിയും കൊണ്ട് എന്ത് ചെയ്യും, മുകളിലേക്ക് പോകും. മനസ്സിലായോ? ഇവിടുന്ന് മുകളിലേക്ക് പോകും. ഇതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. എന്താ പറയാ, അബ്സോർപ്ഷൻ സ്പെക്ട്ര. ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് ഹയർ ലെവലിലേക്ക് പോകുന്നു അല്ലെ. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാവുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്താണ് ലൈൻ സ്പെക്ട്ര കിട്ടുന്നത്. ഇനി നമുക്ക് അത് ഒന്നുകൂടെ വിശദമായിട്ട് പഠിക്കാണ്ട്. ഓക്കെ, അപ്പം എനർജി ലെവൽസ് ക്ലിയർ ആണല്ലോ. അതുപോലെ ഈ ഡയഗ്രാം ഉണ്ടല്ലോ, ഇതിനകത്ത് നിന്ന് താഴ്ന്ന് മുകളിലേക്ക് പോകുമ്പോൾ എനർജി കൂടുക ചെയ്യുന്നത് അല്ലെ. ആ ഡയഗ്രാം ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് സ്പെക്ട്രന്റെ എനർജി ഇക്വേഷൻ ഉണ്ടാക്കാൻ നോക്കാം. സപ്പോസ് ഇങ്ങനെ രണ്ട് ലെവൽ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ലെവൽ ഉണ്ട്, ഇവിടെ ലെവൽ ഉണ്ട്. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, ഇത് അതിങ്ങനെ താഴേക്ക് വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യും അല്ലെ. ഇത് ഈ ലെവലിന്റെ പിന്നെ എനർജി EI ആണ്, ഇതിൻ്റെത് EF ആണ്. ഇനീഷ്യൽ ഫൈനൽ എന്നുള്ള കാണിക്കും. ഇതിന്റെ ക്വാണ്ടം നമ്പർ Ni ആണ്, അതുപോലെ ഇതിൻ്റെത് NF ആണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഈ ഫോട്ടോണിന്റെ എനർജി എന്താവും, ഇനീഷ്യൽ എനർജി മൈനസ് ഫൈനൽ എനർജി ആവും. എന്ന് പറഞ്ഞാൽ hν ഈക്വൽ ടു EI മൈനസ് EF എന്നാവും അല്ലെ. അല്ലെങ്കിൽ hν ഈക്വൽ ടു EI എന്ന് പറഞ്ഞാൽ എന്താണ്, എനർജിന്റെ ജനറൽ എക്സ്പ്രഷൻ എന്താ, En ഈക്വൽ ടു E1/n² അല്ലേ. അപ്പൊ എന്താവും, E1/ni² എന്നാവും അല്ലെ. എനർജിന്റെ ജനറൽ എക്സ്പ്രഷൻ En ഈക്വൽ ടു E1/n² അല്ലേ. മൈനസ് EF എന്താവും, E1/nf² എന്നാവും. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ hν ഈക്വൽ ടു E1 കോമൺ അല്ലേ ഇതിനകത്ത്, ഇൻറ്റു 1/ni² മൈനസ് 1/nf² എന്നാവും അല്ലേ. അല്ലെങ്കിൽ ന്യൂ ഈക്വൽ ടു ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു E1/h ഇൻറ്റു 1/ni² മൈനസ് 1/nf² എന്നാവും അല്ലേ. ഇനി ഈ E1 എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് വാല്യൂ ആണ്. E1 മൈനസ് 13.6 ആ. ഈ ഫ്രീക്വൻസിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് നിന്നൊരു മൈനസ് പുറത്തേക്ക് എടുക്കുക അല്ലെ. അപ്പൊ എന്താവും,
ന്യൂ ഈക്വൽ ടു മൈനസ് E1 ബൈ എച്ച് ഇൻറ്റു എന്താണ് ഇവിടെ 1 ബൈ NF സ്ക്വയർ മൈനസ് 1 ബൈ NI സ്ക്വയർ എന്നാവും അല്ലെ 1 ബൈ NF സ്ക്വയർ മൈനസ് 1 ബൈ NI സ്ക്വയർ എന്നാവും അല്ലേ ഇങ്ങനെ കൊടുത്തു ക്ലിയർ ആണല്ലോ. ഇനി നമുക്കറിയാം എന്താണ് സി ഈക്വൽ ടു ന്യൂ ലാംഡയാണ്. അപ്പൊ ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡയാണ് അല്ലെ. അപ്പൊ അതിന് പകരം സി ബൈ ലാംഡ ഈക്വൽ ടു മൈനസ് E1 ബൈ എച്ച് ഇൻറ്റു 1 ബൈ NF സ്ക്വയർ മൈനസ് 1 ബൈ NI സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. അല്ലെങ്കിൽ 1 ബൈ ലാംഡ ഈക്വൽ ടു മൈനസ് E1 ബൈ CH ഇൻറ്റു 1 ബൈ NF സ്ക്വയർ മൈനസ് 1 ബൈ NI സ്ക്വയർ എന്നാവും അല്ലേ. ക്ലിയർ അല്ലേ. ഈ ക്വാണ്ടിറ്റി മൈനസ് E1 ബൈ CH എത്ര ഉണ്ടാവുക മൈനസ് എന്ന് പറഞ്ഞാല് മൈനസ് ഓഫ് E1 എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് ME പവർ 4 ബൈ 8 എപ്സിലോൺ നോട്ട് സ്ക്വയർ N സ്ക്വയർ സ്ക്വയർ അല്ലേ. അവിടെ E1 അല്ലേ അപ്പൊ N ഈക്വൽ ടു 1 അല്ലേ. എപ്സിലോൺ നോട്ട് സ്ക്വയർ N സ്ക്വയർ സ്ക്വയർ ആണ് N ഈക്വൽ ടു 1 ഇൻറ്റു CH എന്നാവും അല്ലെ. ഈ ക്വാണ്ടിറ്റി എന്താണ് ഇത് എത്രയാണ് ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ M നമുക്കറിയാം 9.1 × 10⁻31 ഈ 1.6 × 10⁻19 അതുപോലെ എപ്സിലോൺ 0 H C ഒക്കെ നമുക്കറിയാം അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ കിട്ടും 1.097 ഇൻറ്റു 10⁻7 മീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. സെക്കൻഡ് ഓക്കെ 1.097 into 10⁻7 meter inverse എന്ന് കിട്ടും. This quantity minus E1 by CH is called Rydberg constant. എന്താ പറയാ Rydberg constant R അല്ലെ. ഈക്വൽ ടു അതിന്റെ വാല്യൂ എത്രയാണ് 1.097 into 10⁻7 meter inverse. എന്തുകൊണ്ടാ മീറ്റർ ഇൻവേഴ്സ് ഇവിടെ 1 by lambda ആണ്. ഇത് നമ്പർ അല്ലേ n ഒക്കെ നമ്പർ അല്ലേ അപ്പൊ അതിന്റെ ഡയമെൻഷൻ ഇല്ല. പിന്നെ ഉള്ള E1 ബൈ CH ആ അതിന്റെ ഡയമെൻഷൻ എന്താണ് ലാംഡന്റെ ഡയമെൻഷൻ ഇത് 1 ബൈ ലാംഡയാണ് അതുകൊണ്ട് മീറ്റർ ഇൻവേഴ്സ് ആണ്. ക്ലിയർ ആയോ. അതുകൊണ്ട് ആ ഫൈനൽ ഇക്വേഷൻ ബിക്കംസ് 1 ബൈ ലാംഡ ഈക്വൽ ടു R ഇൻറ്റു 1 ബൈ NF സ്ക്വയർ മൈനസ് 1 ബൈ NI സ്ക്വയർ എന്നാവും അല്ലേ. ഇതാണ് എന്ത് വേവ് ലെങ്ത്തിന്റെ എക്സ്പ്രഷൻ അല്ലെ 1 ബൈ ലാംഡക്കുള്ള എക്സ്പ്രഷൻ. ക്ലിയർ ആയോ. ഇനി നോക്കുക ഇതിൽ നമുക്ക് ലാംഡക്കുള്ള എക്സ്പ്രഷൻ കാണാം. ഇതിന്റെ റെസിപ്രോക്കൽ ഉണ്ടാമേ അല്ലെ. ഇതിന്ന് ലാംഡക്കുള്ള എക്സ്പ്രഷൻ കാണാം. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഇവിടെ പഠിക്കാണ്ട് അല്ലെ. വെറുതെ ഇക്വേഷൻ പഠിച്ചിട്ട് കാര്യമില്ല. ഇതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് കിടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്താ ഒബ്റ്റെയിൻ ചെയ്തത് ഹൈഡ്രജൻ ആറ്റത്തിന് പിന്നെ എനർജി ഇക്വേഷനിൽ നിന്നും അതിന്റെ ഒരു ഇലക്ട്രോൺ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു ലെവലിലേക്ക് പോകാനുള്ള എന്ന് പറഞ്ഞാൽ ഡി എക്സൈറ്റ് ചെയ്താലുള്ള എക്സൈറ്റ് ചെയ്യാൻ ഇവിടുന്ന് താഴെ നിന്ന് നോക്കുക ഇത് ഡി എക്സൈറ്റ് ചെയ്താലുള്ള എമിറ്റ് ചെയ്യുന്ന ആ ഫോട്ടോണിന്റെ വേവ് ലെങ്ത്തുള്ള എക്സ്പ്രഷൻ ആണ് ഉണ്ട്. ഇതില് ലാംഡ ഈക്വൽ ടു നമുക്ക് 1 ബൈ ഇത് പറയാം. R ഒരു കോൺസ്റ്റന്റ് ആണ്. പക്ഷെ NF സ്ക്വയറും NI സ്ക്വയറും എന്ന് പറയുന്നത് എന്താണ് ഇന്റിജേഴ്സ് ആണ് അല്ലെ. ഈ കേസിൽ ഇതാണ് NI ഇതാണ് NF അല്ലെ. ആ Nന്റെ വാല്യൂസ് എന്താണ് 1 2 3 4 അപ് ടു ഇൻഫിനിറ്റി ആണ്. ഇന്റിജേഴ്സ് മാത്രമാണ്. അതുകൊണ്ട് ഒരു ഹൈഡ്രജൻ ആറ്റത്തിനകത്തെ ഒരു ഇലക്ട്രോൺ ഡി എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പറയപ്പെട്ട ഫ്രീക്വൻസി ഉള്ള അല്ലെങ്കിൽ വേവ് ലെങ്ത് ഉള്ള ഫോട്ടോൺസ് മാത്രമേ എമിറ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലെ. അവിടെ ഒരു കണ്ടീഷൻ വെക്കുകയാണ് അല്ലെ. N restricts the value of wavelengths. N എന്താ ചെയ്യുന്നത് restricts the value of wavelength of photon emitted during the emission of an electron from higher state to lower state അല്ലെ. ഇതിൽ പറയപ്പെടുന്ന വേവ് ലെങ്ത് മാത്രമേ ഹൈഡ്രജൻ ആറ്റത്തിനകത്തുള്ള പിന്നെ സ്പെക്ട്രക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. ഇതിന് എങ്ങനെയാണ് ഈ പിന്നെ മുളന്ന് താഴേക്ക് വന്നാൽ ഫോട്ടോൺ എമിറ്റ് ചെയ്യൂലേ അതിന് നമ്മൾ സ്പെക്ട്ര എന്ന് പറയും. അപ്പൊ ഹൈഡ്രജൻ സ്പെക്ട്രക്കുള്ള ഇക്വേഷൻ ആണിത് അല്ലെ. ഇതിനകത്ത് ഇതിൽ നിന്നും ഹൈഡ്രജൻ സ്പെക്ട്രയിൽ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിന്റെ വേവ് ലെങ്ത് ഈ വാല്യൂസിനനുസരിച്ചേ പറ്റുള്ളൂ. ഈ പർട്ടിക്കുലർ വേവ് ലെങ്ത് മാത്രമേ എമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അല്ലെ. അതുകൊണ്ട് ഹൈഡ്രജന്റെ സ്പെക്ട്രം എന്തായിരിക്കും യുണീക്ക് ആയിരിക്കും. അതുപോലെ വേറെ ഓരോന്നിനും എന്തുണ്ടാവും ഓരോ സ്പെക്ട്രം ഉണ്ടാവും. സോഡിയത്തിന് ഒന്നുണ്ടാവും, അതുപോലെ നൈട്രജന് വേറെ ഉണ്ടാവും, ഓക്സിജന് വേറെ, അങ്ങനെ ഓരോന്നിനും ഓരോ സ്പെക്ട്രം ആയിരിക്കും അല്ലെ.
എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്? ഇതിന്റെ ഒരൊറ്റ ആപ്ലിക്കേഷൻ ഞാൻ പറയാം അല്ലെ. നമ്മളിപ്പോ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ഡിസ്റ്റന്റ് ആയിട്ടുള്ള മാസിന്റെ അറ്റ്മോസ്ഫിയർ ഇതാണ് അല്ലെ, അല്ലെങ്കിൽ അവിടെ വേറെ സാറ്റേണിന്റെ അറ്റ്മോസ്ഫിയർ ഡസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തോ ഗ്യാസ് ഉണ്ട്, ചിലതിന്റെ അകത്ത് നൈട്രജൻ ഉണ്ട്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ മൂവിയൊക്കെ കണ്ടിട്ടില്ലേ, അതിനകത്ത് ഒരു ഇതിലുണ്ട് അവിടെ നൈട്രജൻ ആണ് അവിടെ അറ്റ്മോസ്ഫിയറിൽ പിന്നെ ഗ്യാസ് ആയി കിടക്കുന്നത് അല്ലെ. നൈട്രജൻ ശ്വസിക്കാൻ പാടില്ല, അത് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ അതിന്റെ അറ്റ്മോസ്ഫിയറിൽ എന്താണ് നൈട്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതെങ്ങനെയാ പറയുന്നത്? അവിടുന്ന് വരുന്ന റേഡിയേഷൻസിനെ കുറിച്ച് പഠിക്കുക അല്ലെ. ആ റേഡിയേഷൻസിന് ഈ വേവ് ലെങ്ത്, ഇതുപോലെ ഓരോന്നിനും വേവ് ലെങ്ത് ഇല്ലേ, ഈ വേവ് ലെങ്ത്തുമായിട്ട് സാമ്യത ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ ഇന്ന ഗ്യാസ് ആണെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന മെറ്റീരിയൽ. ഇങ്ങനെ ഓരോ മെറ്റീരിയലിനും ഉണ്ട് എന്ത്? സ്പെക്ട്രം. ആ സ്പെക്ട്രം നോക്കിയിട്ട് അതിന് വരുന്ന ലൈറ്റ് നോക്കിയിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അവിടെ എന്താണ് കണ്ടന്റ് എന്നുള്ളതൊക്കെ. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്, പല ആപ്ലിക്കേഷൻസ് ഉണ്ട്, അത് നിങ്ങൾ സ്പെക്ട്രോസ്കോപ്പിയിലൊക്കെ പഠിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലുള്ള ഇക്വേഷൻ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ഓൾ.